ബൈക്കിൽ പിടിച്ചിരിക്കും. എന്താ രണ്ടുപേരും ഞങ്ങളുടെ ബൈക്കിൽ രണ്ടുപേരും? കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് ബൈക്കിൽ പോണേ? ഞങ്ങളുടെ കത്താറയിലാണോ? എന്താ പരിപാടി? ഞാനിവിടെ ചെമ്മീൻ നന്നാക്കാം. എന്തോരം ഇന്ന് കഴിയാറാവോ? അയ്യോ എന്താ സുഖം, ഇപ്പൊ കഴിയും. കഴിയും. കുഞ്ഞെന്താ പറയുന്നത്? വെള്ളോ? അതൊന്നും കാണിക്കണ്ട. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ബോധം പോവും ആൾക്കാരുടെ. ഞാൻ ഉച്ചക്ക് ചെയ്യാൻ തുടങ്ങിയ പരിപാടിയാ. അല്ല ഇതല്ല കേട്ടോ, ഇത് വെള്ളത്തിലെടുത്തിട്ടതാ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോഴാണ് നമ്മുടെ വെള്ളം സ്റ്റക്കായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിവിടെ ഇങ്ങനെ ഇരുന്നു. ഇപ്പം സമയം രാത്രി എത്രയോ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് വെള്ളം വന്നത്. നമുക്കിത് വെച്ചിട്ട് ഇനിയിപ്പോ ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച. ഇനിയിപ്പോ തൽക്കാലം നമുക്ക് എന്താ ഉണ്ടാക്കണ്ടേ? ചെമ്മീൻ റോസ്റ്റ് ആയിക്കോ. സ്ഥിരം റോസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ടി വരും. കുഞ്ഞി ഞാൻ അതിന്റെ ഇടയിൽ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈഡ് പോകണല്ലേ? നിന്ന് മടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയറിൽ ഇരിക്കണത്. എന്താ ചെയ്യാ, പ്രായമായില്ലേ? അത് ഓർമ്മ. വീടിനും പ്രായമായി, എനിക്കും പ്രായമായി. എന്നാ അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തൊന്ന് എന്തേലൊക്കെ ഒന്ന് ചെയ്തു തരിക. അതില്ല, ഞാനിപ്പഴല്ലേ ഫ്രീ ആയത്. അപ്പൊ എന്നെ എനിക്ക് പണി തന്നില്ല വീഡിയോ എടുക്കാൻ. എന്തെങ്കിലൊക്കെ ചെയ്യാൻ കൊണ്ട് അല്ലേ? വെറുതെ ഇരുന്ന് എങ്ങനെ ശരിയാവാ? എന്നാ കുഞ്ഞി? വണ്ടി കുഞ്ഞോ? ആ, ഇത് ക്ലീൻ ചെയ്തിട്ട് കാണാം ബാക്കി. ഇത് ഇതിന്റെ ഉള്ളില് ഇങ്ങോട്ട് കാണിച്ചേ. ഇതിന്റെ ഉള്ളില് കണ്ടോ, ഈ ഒരു ഞരമ്പെടുത്ത് നമ്മള് കളയണം. ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ട്, ഇനി ഇവിടെ കുറെ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കാണാം. അതല്ലേ ഉത്തമം. എന്താ ഈ ചെമ്മീൻ റോസ്റ്റ്? ചെമ്മീൻ ഞാന് പാനില് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോസ്റ്റ് ഈ ചട്ടിക്കകത്ത് ഉണ്ടാക്കാം. അതിലൊന്നുമില്ല, ആ ചട്ടിക്കകത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. സബോള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അത്തരം സാധനങ്ങൾ. ഇത് റോസ്റ്റ് ആയി കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കിത് ചട്ടിയിലിടാം. അപ്പൊ തന്നെ എടുത്ത് ചട്ടിയിലോട്ട് ഇടാം. ഓക്കെ, ഇതൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇതിങ്ങനെ ആയിക്കോട്ടെ, അപ്പത്തേക്കിനും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. സമയം അതിക്രമിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായ സ്ഥിതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാണേ. അത്ര എണ്ണ മതി. ചട്ടി ചൂടായിട്ടുണ്ടോ? ചട്ടിയൊക്കെ ചൂടായി. എങ്ങനെ മനസ്സിലായി? അല്ലേ പുക തന്നെ? പുറത്തുനിന്ന് വരുന്നതാ? അല്ലല്ല, ഇതിനകത്തുനിന്ന് വരുന്നതാ. ഇപ്പൊ ചട്ടി പുകഞ്ഞ് കരിഞ്ഞിപ്പോ എല്ലാം കൂടി ആ കയ്യൊന്നു കുറെ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കടുക് എടുത്തിട്ട് ഇതിലോട്ട് ഇടാം. അയ്യോടാ, എണ്ണ ചൂടായിട്ടില്ല കേട്ടോ. ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഇതല്ലേ ഞാൻ പറഞ്ഞ കൈയിട്ട് നോക്കാൻ. എണ്ണയില് കൈയിട്ട് നോക്കില്ല, ചൂടായെന്നറിയാം. ഫിംഗർ ഫ്രൈസ് തിന്നാനല്ലേ? കടുക് പൊട്ടിക്കഴിഞ്ഞ് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയില്ല പദം വരുത്തണം. പദം വരുത്താന്ന് പറഞ്ഞാൽ ഇതിനെ ഇളക്കി വഴറ്റി ഇത് ഒരു പരുവാക്കി എടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മുമ്പ് വാട്ടി എടുക്കും ഇവിടെ. അപ്പൊ നമുക്ക് ഇതിൽ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പിട്ടു. ഇനി ഇളക്ക. ഞാൻ വേണമെങ്കിൽ ക്യാമറ കുറച്ചേരം പിടിക്കായിരുന്നു. വേണോ?
അങ്ങനെ പിടിച്ചോ, ഞാൻ വേണേ കുറച്ചേരം എടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഹാഫായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് ഞാന് അയ്യോ സോറി ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിന്റെ കൂടെ ഇടുവാണ്. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ഇടാം. അപ്പം ഇതിന്റെ കൂടെ അല്ല നമ്മള് തക്കാളി ഇടുന്നത്. ഈ സബോളയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാടട്ടെ, നല്ല സോഫ്റ്റ് ആവട്ടെ. എന്നിട്ട് മസാല ഇടാം. ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. എന്റെ കെട്ടിയോന് ഞാൻ ABC ജ്യൂസ് കുടിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ തൊട്ട് ഒരാഗ്രഹം, അങ്ങനെ സ്നേഹനിധിയായ ഭാര്യ ABC ജ്യൂസ് ഉണ്ടാക്കി കെട്ടിയോര് കൊടുക്കുകയാണ്. എല്ലാവരും അറിയട്ടെ ഓർത്തു. എങ്ങനെയുണ്ടെന്ന് പറ. വിചാരിച്ചാൽ അത്ര എളുപ്പമല്ലത്. ഞാൻ ഇത് കഴിച്ചിട്ട് വെളുക്കൂത്. ഞാൻ ഒറ്റ ദിവസം അത് കുടിച്ചിട്ടുള്ളപ്പോഴത്തേനും ഒരാള് പറയണ വെളുക്കൂത്. ഞാൻ ഇത് കഴിച്ചിട്ടാന്ന് പറഞ്ഞല്ലോ, നീ വെളുക്കണ്ടെന്നല്ല പറഞ്ഞത്. എന്റെ കൈന്റെ കളർ കൂടി വെളുക്കട്ടെ, ഞാനങ്ങ് വെളുത്ത് കൊടുക്കട്ടേന്ന്. ബ്ലഡ് വെക്കാൻ നല്ലതായിരിക്കും വിചാരിച്ചിട്ടാ ഞാനിപ്പോ ഇത് കുടിക്കണേ. ബ്ലഡ് എന്ന് പറയുന്ന ഉള്ളിൽ നിന്നുണ്ടാവുന്ന സാധനം. അത് കുറച്ച് കണ്ണിച്ചോരൊക്കെ ഉണ്ടായാലും അതൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് ചോരയില്ല. എനിക്ക് കുറച്ച് പോമഗ്രാനൈറ്റ് ഒക്കെ മേടിച്ചങ്ങോട്ട് തരണം. എന്നിട്ട് അതൊക്കെ കഴിച്ച് ഞാൻ ചോരയൊക്കെ വെക്കട്ടെ. എന്റെ ചട്ടി പൊട്ടുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഇടയ്ക്കിടയ്ക്ക് ടിങ് 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 ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ദൈവമേ, ഇത് പൊട്ടുവോ? നമ്മള് അവിടെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ചട്ടിയുടെ ഏതോ ഒരു ഭാഗത്ത് ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. അതേതേ കണ്ടോ? അത് എവിടെ ഇവിടെ അത് പൊട്ടിപ്പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. വിള്ളലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചൂടാവുന്ന സമയത്ത് ടിങ് പറഞ്ഞ പൊട്ടിപ്പോരും. അറിയത്തില്ല. എന്തായാലും ഷിഫ്റ്റ് ചെയ്യണോ? പാത്രം മാറ്റണോ? സേഫ്റ്റി പർപ്പസ്. എന്താണ് സേഫ്റ്റിയുടെ അഭിപ്രായം? സേഫ്റ്റി റീസൺ മാറ്റുന്ന നല്ലതായിരിക്കും, എല്ലാം കൂടി കളയണ്ടല്ലോ. ഇനി ഇതിനകത്തൊന്നും ഞാൻ എങ്ങോട്ട് മാറ്റും? ഒരു കാര്യം ചെയ്യാം, ഇതില് മസാലയൊക്കെ ഇട്ടിട്ട് ഇതിലൊട്ടിടാം. കുഞ്ഞ് എന്നാ ചെയ്യണേ? കുഞ്ഞിക്ക് ബോറടിക്കുന്നുണ്ടോ? നോക്കട്ടെ, ബോർ എവിടെയാണ് അടിക്കണേ? ബോർ തലയില? നോക്കട്ടെ, എവിടെ അടിക്കണേ നോക്കട്ടെ. അമ്മയ്ക്ക് കാണിച്ചെന്നേ. എവിടെയാ കുഞ്ഞ് ബോറ്? അവിടെയാണോ? ഓഹോ, അമ്മയ്ക്കൊരു പാട്ട് പാടിത്തരുമോ? എന്തൊരു അടിപൊളി അടിപൊളി, സൂപ്പറാണല്ലോ. ഇതാരെ പഠിപ്പിച്ചെന്നേ? കുഞ്ഞാണല്ലേ? പഠിപ്പിച്ചു കൊടുത്ത അപ്പയുടെ ക്രെഡിറ്റ് ഒക്കെ കുഞ്ഞു തന്നെ കൊണ്ടുപോയി. കുഞ്ഞിക്ക് എന്തൊക്കെ അറിയാം? പിന്നെ ഇതെന്ത് വണ്ടിയാ? ട്രക്ക്. ഇതെന്ത് വണ്ടിയാ? ഇതെന്ത് വണ്ടിയാ? കാറോ? ഇത് കാറല്ലല്ലോ, ജീപ്പാ. കുഞ്ഞിക്ക് എന്താ ഫുഡ് വേണ്ടേ? ചീച്ചി, എന്ത് ഫുഡാ വേണ്ടെന്ന്? അവന് അതിലേ പോവാ. ഹായ് പറഞ്ഞേ. ഹായ് ഗായ്സ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ. കുറച്ച് അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പൊ ഞാന് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി,
മുളക് പൊടി ഒരു സ്പൂൺ, ഒരു കുറച്ച് മാത്രം, കുറച്ചിട്ടാ, കുറച്ച് ഗരം മസാല. എന്റെ ഫിഷ് മസാല എടുക്കട്ടെ. ഈ പ്രോൺസ് റോസ്റ്റിന് ആരെങ്കിലും ഫിഷ് മസാല ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ പക്ഷെ ഇടാറുണ്ട്. അപ്പം കുറച്ച് ഫിഷ് മസാല, ഇനി കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ. ഓക്കെ, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പിടിപ്പിക്കുക. എന്റെ അമ്മേന്റെ ചട്ടിയൊക്കെ തുറച്ചു പോകും. ഇതെന്താ ഇത്ര ഇളക്കം? ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചോ. ണേ ഓക്കെ, കുഞ്ഞവിടെ ലൈറ്റ് ഓഫ് ആക്കിയത് എന്താടാ? ഒറ്റ തക്കാളി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകും. ഇതിപ്പോ നല്ല ഡ്രൈ ആണ്. അപ്പം ഈ തക്കാളിയും ഇതൊക്കെ കൂടി ഒന്ന് വേവണ വരത്തേക്ക് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ടേ വേവട്ടെ കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ടേ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ പരിപാടി? ബൈ ബൈ. ഓ, എവിടെ തട്ടി? ആ മിററിലൊക്കെ നോക്കി ഓടിക്കണ്ടേ? ആ റിവേഴ്സ് എടുക്ക്. റിവേഴ്സ് അങ്ങോട്ട് പോട്ടെ. ആ, മിററിൽ നോക്കി വളയ്ക്കൂ. ആ, ഓക്കെ. റൈറ്റ് 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 റൈറ്റ്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ, നീ ഫ്രണ്ട് പോട്ടെ. ആ, സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. സ്ട്രൈറ്റ് സ്ട്രൈറ്റ്. അപ്പൊ മാറി നിൽക്കും, കൊച്ചിട്ട് സ്ഥലമില്ല. ആ, നൈസ് നൈസ് നൈസ്. അപ്പൊ നമ്മുടെ ഇതില് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇടാൻ പോവാ. ഇനി നമ്മളെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ചു നേരം ഈ പ്രോൺസിലേക്കും കൂടി ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണല്ലോ. അപ്പൊ അതിന് കുറച്ചു നേരം കൂടി ഇതില് കടന്നിട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അത് നേരത്തേക്ക് ഇതിലിട്ടിട്ടേ നമുക്ക് ഇളക്കിയിട്ട് അവിടെ പോയി വർത്താനം പറയാം. ഇതിവിടെ അടച്ചു വെച്ചേക്കാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് കേറി പിടിക്കട്ടെ അങ്ങോട്ട്. ഇവിടെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഭ്രാന്തനാണ്. ആര്? എന്റെ ദൈവം, ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ? ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ? ശരിക്കും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ലേട്ടാ. ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ട് വയ്ക്കും. ചില കറികളൊക്കെ നല്ല. ഇന്നിപ്പോ ഒരു ഉണ്ട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ഉണ്ടയുടെ ഡവ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. എന്തായിരുന്നു? സ്പൈസി പൊട്ടാറ്റോസ് ന്യൂഡിൽസ്. അതിന്റെ ഡവാണ് ഇരിക്കുന്നത്. ഈ ഉണ്ട ഇങ്ങനെ എന്ത് ചെയ്യോ എന്തോ. അത് ശരിക്കും ഉണ്ടാക്കേണ്ട രീതിയിലൊന്നല്ല ഞാൻ ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. പക്ഷെ ഞാനത് വീണ്ടും ഉണ്ടാക്കും ഇനി. ഓക്കേ, കുഞ്ഞെന്താ പരിപാടി എടുത്തിട്ട്? ഞാനിതൊക്കെ റെഡിയാക്കണല്ലേ.
അത് കുറച്ച് ഒരു സൂക്ഷിച്ച്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒഴിച്ച വെള്ളം വറ്റിയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. പിന്നെ അതേ മേളിൽ കാണുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഞാൻ മേളിക്കൂടെ ഇട്ടു. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഈ വെള്ളം നന്നായി വറ്റിച്ച് ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. അപ്പം നമ്മുടെ കെട്ടിയോൻ സാറ് കുളിക്കാൻ പോയി. ആ സമയത്താണ് ഞാൻ ഗരം മസാലയും പെപ്പർ പൗഡറും ഇട്ടത്. അപ്പം ഇനി നമുക്ക് റോസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. കഴിച്ചു നോക്കൂ. ആ ഒരാളൂടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണേ. ഇപ്പൊ സെറ്റാക്കാം. അപ്പ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യോ ഉപ്പിട്ടിട്ടില്ല. എന്നാ പ്രോൺസ് ഒക്കെ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കിക്കേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവോ? അപ്പൊ നമ്മുടെ ചെമ്മീനിലേക്ക് കുറച്ചുകൂടി പിടിക്കാനുണ്ട്. ഞാൻ തിരക്കടിച്ചിട്ട് എടുത്തിട്ട് വന്നു. ഇവിടെ ഒരാൾ തിരക്ക് പിടിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം എടുത്തിട്ട് വന്നു. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.